നമസ്കാരം. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഉരുണ്ടുകൂടുന്ന പുതിയ സാഹചര്യങ്ങളെ ഏറെ ഉദ്യോഗത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് മുതൽ തന്നെ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള കാര്യമായ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. ഷെല്ലാക്രമണത്തിലൂടെയും ബോംബാക്രമണത്തിലൂടെയും ചെറിയ സൈനിക നടപടികളൊക്കെ നേരത്തെ ഇസ്രായേൽ ലെബനനു നേരെ നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെയും ലെബനൻ സൈന്യത്തിലെ പ്രധാന നേതാക്കളെയും വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇസ്രായേലിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഷിയ വിഭാഗമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള പരിധികളില്ലാത്ത യുദ്ധമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വ്യാപകമായ പരിധികളില്ലാത്ത യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള കടക്കുമെന്ന് ഹസൻ നസ്രുള്ള പറയുമ്പോൾ സ്വാഭാവികമായും വലിയ ആശങ്ക ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള എന്താണെന്ന് കൃത്യതയും വ്യക്തതയും ഇല്ല എന്നത് തന്നെയാണ് പ്രധാനം. ലെബനൻ ഇസ്രായേൽ യുദ്ധാന്തരീക്ഷം ഉണ്ടായാൽ സ്വാഭാവികമായും അത് ഒരുപാട് തലങ്ങളിലേക്ക് വ്യാപിക്കും. ഇറാൻ വെറുതെ ഇരിക്കില്ലെന്ന് വ്യക്തമാണ്. ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നാൽ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൂതികൾ വളരെ സമരോത്സുകരായി തന്നെ ചെങ്കടൽ തീരത്ത് ശക്തവുമാണ്. ഇറാഖിലാണെങ്കിൽ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് വളരെ സജീവമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഹൈഫക്കെതിരെ ആക്രമണം നടത്തി അവർ രംഗത്തുമുണ്ട്. ഇതുവരെ ലെബനന് ആയുധം നൽകിക്കൊണ്ടിരുന്നത് ഇറാനായിരുന്നു എന്നായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആരോപണം. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ ഒരു തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലും ഇറാന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കിട്ടുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇസ്രായേൽ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യം പുറത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. ഡ്രോൺ ദൃശ്യം പുറത്തുവിടുന്നതിലൂടെ തുറമുഖത്തിനടുത്തുള്ള പാർപ്പിട സമുച്ചയങ്ങളും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയകളും തങ്ങൾ ആക്രമിക്കുമെന്നുള്ള സൂചനയും ഭീഷണിയും കൂടിയാണ് ഹിസ്ബുള്ള നൽകിയത്. ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിനായി ഇസ്രായേൽ സൈപ്രസ് തുറമുഖത്തിന്റെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ പോലും സൈപ്രസിന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇടപെടരുതെന്നും അങ്ങനെ വന്നാൽ അത് സൈപ്രസിന് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നും ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ ഇസ്രായേലിന് വലിയ സൈനിക വിന്യാസമുണ്ട്. അവിടെ നിന്ന് പകുതിയിലധികം സൈനികരെ വലിച്ചു കൊണ്ടുവന്ന് ലെബനൻ അതിർത്തിയിലേക്ക് മാറ്റാനാണ് നിലവിൽ ഇസ്രായേലിന്റെ ശ്രമം. അമേരിക്കയുടെ ആശങ്ക പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ നിരവധി സൈനികരുണ്ട് എന്നതാണ്. ലെബനൻ അതിർത്തിയിൽ വലിയൊരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കൻ സൈനികരുടെ ജീവന് ഭീഷണിയാകും. ആ നിലയ്ക്ക് അമേരിക്ക യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുമുണ്ട്. ഹിസ്ബുള്ളയോട് നിലവിൽ കളി വേണ്ട എന്ന ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിലുള്ള ബ്ലിങ്കൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. നിലവിൽ ഗാസയിൽ ഒരു യുദ്ധത്തിൽ ഇറങ്ങി കൈപൊള്ളിയ അവസ്ഥയിലാണ് നെതന്യാഹു ഉള്ളത്. ലെബനനുമായി ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധം ഈ ഘട്ടത്തിൽ വേണ്ട എന്നുള്ള ആവശ്യം ബ്ലിങ്കൻ നെതന്യാഹുവിന് മുമ്പാകെ വെച്ചു എന്നൊക്കെയാണ് കേൾവി. എന്തായാലും ഒരു വലിയ യുദ്ധത്തിൽ ഇത് കലാശിക്കുമോ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിനിറങ്ങാനുള്ള കെൽപ്പും സാമ്പത്തിക ശേഷിയും ഒക്കെ ഹിസ്ബുള്ളയ്ക്കുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ വളരെ ആപത്കരമായിട്ടുള്ള സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ദിവസങ്ങൾക്ക് മുമ്പ് നസ്രുള്ള നടത്തിയ പ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കുറച്ചധികം സൈനികർ, പോരാളികൾ അല്ലെങ്കിൽ വളരെ പരിശീലനം ലഭിച്ച ആളുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന്. ഏറ്റവും നവീനമായിട്ടുള്ള ആയുധങ്ങൾ, ഒരുപക്ഷെ നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറമുള്ള ദീർഘദൂര ശേഷിയുള്ള മിസൈലുകൾ അവരുടെ കൈവശമുണ്ടാകാം. അതുകൊണ്ട് തന്നെ എത്ര ദീർഘിച്ച യുദ്ധം വേണമെങ്കിലും നടത്താൻ തങ്ങൾക്ക് പ്രാപ്തിയുണ്ട് എന്ന വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് ഹസൻ നസ്രുള്ള നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഒരു നിയമങ്ങളും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉപാധികളോ പരിമിതികളോ തങ്ങളുടെ മുന്നിൽ ഉണ്ടാവുകയില്ല എന്നും വളരെ വ്യാപ്തിയിലേക്കു തന്നെ ആ ആക്രമണം നീണ്ടുപോകുമെന്നും വ്യക്തമാക്കി. അവിടെ ജനവാസ കേന്ദ്രങ്ങളെന്നോ സിവിലിയൻ സമൂഹമെന്നോ വിവേചനം പോലും ഉണ്ടാവുകയില്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സമീപകാലത്ത് ഇതാദ്യമായിട്ടാണ് ഹസൻ നസ്രുള്ളയിൽ നിന്ന്
ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകുന്നത്. ലെബനൻ ഇസ്രായേൽ യുദ്ധാന്തരീക്ഷം ഉണ്ടായാൽ സ്വാഭാവികമായും അത് ഒരുപാട് തലങ്ങളിലേക്ക് വ്യാപിക്കും. ഇറാൻ വെറുതെ ഇരിക്കില്ലെന്ന് വ്യക്തമാണ്. ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നാൽ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൂതികൾ വളരെ സമരോത്സുകരായി തന്നെ ചെങ്കടൽ തീരത്ത് ശക്തവുമാണ്. ഇറാഖിലാണെങ്കിൽ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് വളരെ സജീവവുമാണ്. ഇപ്പോൾ തന്നെ ഹൈഫക്കെതിരെ ആക്രമണം അവർ നടത്തിയിട്ടുണ്ട്. ബഹുതല സ്പർശിയായിട്ടുള്ള വ്യാപ്തിയിലേക്ക് യുദ്ധം പോകുമെന്ന ആശങ്ക ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. പക്ഷേ നയതന്ത്രത്തിലൂടെ ഇപ്പോഴും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതിർത്തിയിലെ ആപത്കരമായ സാഹചര്യം അമേരിക്ക ഇടപെട്ട് എങ്ങനെ പരിഹരിക്കുമെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അതൊരു യുദ്ധത്തിലേക്ക് പോയാൽ വലിയ